തിരുവനന്തപുരം ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ജീവനക്കാരനെ കാണാതായി. ശുചീകരണ തൊഴിലാളി മാരായമുട്ടം സ്വദേശി ജോയിയാണ് കാണാതായത്. തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, ഇദ്ദേഹത്തെ കാണാതായിട്ട് ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുകയാണ്. ഇതുവരെ യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? ഹരിത, വലിയ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. സ്ഥലത്ത് ഫയർഫോഴ്സ്, സ്കൂബ സംഘം, പോലീസ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മേയർ, ഡെപ്യൂട്ടി മേയർ അടക്കം എല്ലാവരും തന്നെ സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇതുവരെയും കാണാതായ ജോയിയെ കുറിച്ച് ഒരുവിധ തെളിവും അല്ലെങ്കിൽ ഒരുവിധ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു അവസ്ഥ. രാവിലെ ഇവര് 3 പേര് ചേർന്നാണ് ഈ ആമയിഴഞ്ചാൽ തോടിലേക്ക് മാലിന്യങ്ങൾ പെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ അത് നഗരസഭാ കരാർ ജോലിക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതും പിന്നീട് മേയർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. റെയിൽവേ കരാർ ജോലിക്കാരനാണ് ജോയി. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവർ ആമയിഴഞ്ചാൽ തോടിലെ തരത്തിൽ മാലിന്യ നീക്കം നടത്തുകയാണ്. അതേ തുടർന്ന് ഇന്ന് നടത്തുന്നതിനിടയ്ക്കാണ് ജോയിയെ കാണാതെയാകുന്നത്. രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഈ ആമയിഴഞ്ചാൽ തോടില് വലിയ രീതിയിലൊരു അടിയൊഴുക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ പ്രതിസന്ധിയായിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ നിലവിൽ ഈ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണ്. പക്ഷേ ഒഴുക്ക് കുറഞ്ഞതോടുകൂടി തോട്ടിൽ ഈ മാലിന്യങ്ങളെല്ലാം ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പോൾ തുടരുക. ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്, അതിലേക്ക്. അവരിറങ്ങിയ ഭാഗത്ത് പരിശോധിച്ച് കാണാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഭാഗത്തു കൂടി പരിശോധിക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് റെയിൽവേയുടെ പ്രോപ്പർട്ടിയിൽ കൂടി കടന്നു പോകുന്ന ആമയിഴഞ്ചാൽ തോടിന്റെ ഭാഗമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം റെയിൽവേയുടെ പ്രോപ്പർട്ടി കൂടി ആയതുകൊണ്ട് തന്നെ റെയിൽവേ ഈ പ്രവൃത്തി ചെയ്യാം എന്ന് തീരുമാനിക്കുകയും റെയിൽവേ വിളിച്ച ടെൻഡറിന്റെ ഭാഗമായിട്ടാണ് ഒരു കരാറുകാരൻ ഇത് എടുക്കുകയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഇവിടെ വന്ന് കുറച്ച് ദിവസമായി ഈ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് 3 തൊഴിലാളികളാണ് ഈ പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. 3 പേരിൽ 2 പേര് തിരിച്ചു കയറുകയും ഒരാളെ കാണാതെയാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനാവശ്യമായ എല്ലാ നടപടിക്രമങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസും, കേരള പോലീസും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും നഗരസഭയുടെ ഭാഗമായി എല്ലാവരും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ആവശ്യമായ എല്ലാ നടപടികളും ഇവിടെ സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ അത്യാവശ്യമായി അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി തന്നെ അവിടുത്തെ മാലിന്യം മാറ്റുക എന്നുള്ളതാണ് ഈ തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ആളുകളെ കൂടി മൊബിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഫയർഫോഴ്സ് ഇപ്പോൾ ചെയ്ത് തന്നെ ആദ്യം മാലിന്യം മാറ്റി നോക്കുക എന്നുള്ളതാണ്. അത് കൂടുതൽ കാര്യക്ഷമമായി ചെയ്യാനും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ കൂടി ഒരുക്കി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അവർ JCBയും ഈ മാലിന്യം മാറ്റാൻ ആവശ്യമായ വാഹനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നഗരസഭ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സൂര്യ, മേയറുടെ പ്രതികരണം അനുസരിച്ച് 3 തൊഴിലാളികളാണ് ആ ഒരു തോട്ടിലേക്ക് ഇറങ്ങുകയുണ്ടായതെന്ന് അറിയാൻ സാധിക്കുന്നു. അതേസമയം മാലിന്യം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും മേയർ പരാമർശിക്കുന്നുണ്ട്, അല്ലേ? ഹരിത, ഇത് ആമയിഴഞ്ചാൽ തോടെന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിലൂടെ ഒഴുകുന്ന ഒരു പ്രധാനപ്പെട്ട തോട് തന്നെയാണ്. പലപ്പോഴും ഈ മഴയൊക്കെ ശക്തമായി പെയ്തു കഴിയുമ്പോൾ തലസ്ഥാനത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതിന് പ്രധാന കാരണമായി മാറുന്ന ഒരു തോടും ഈ ആമയിഴഞ്ചാൽ തോട് തന്നെയാണ്. ഇന്നത് ഒരു മാലിന്യവാഹിനിയായിട്ട് തലസ്ഥാന നഗരിയിലൂടെ ഒഴുകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുമ്പോഴും കാണാൻ കഴിയുന്നുണ്ട്, ആളെ കാണാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ നേരായ രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിയാത്ത വിധം വലിയ രീതിയിലൊരു മാലിന്യ കൂമ്പാരം ഈ ആമയിഴഞ്ചാൽ തോടിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ മഴ പെയ്ത് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് ആണ് പ്രതിസന്ധി ഘട്ടമായി നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ വലിയ ഒരു മാലിന്യ കൂമ്പാരം അടിഞ്ഞുകൂടുന്നത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു തടസ്സമായിട്ട്, ഒരു പ്രതിസന്ധിയായിട്ട് ഇപ്പോൾ സംഘം നേരിടുന്നത്, അന്വേഷണ സംഘം നേരിടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ആമയിഴഞ്ചാൽ തോടിന്റെ മറുവശത്ത് ചേർന്ന ടണലാണ്. അതിന്റെ ഈ റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെയാണ് പിന്നെ ഈ ആമയിഴഞ്ചാൽ തോട് ഒഴുകുന്നത്. സ്വാഭാവികമായിട്ടും വീതി കുറഞ്ഞ ടണലിന് അകത്തേക്ക് അഥവാ ജോയി പോയിട്ടുണ്ടെങ്കിൽ അത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് ഒരാൾക്ക് കയറിപ്പോകാൻ പറ്റാത്ത
സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരിശോധനയും ഈ ഫയർഫോഴ്സ് അതുപോലെ തന്നെ സ്കൂബ സംഘം നടത്തുന്നുണ്ട്. അങ്ങനെ പരിശോധന നടത്തണമെങ്കിൽ ഈ തണലിന് അകത്ത് വലിയ മാലിന്യ കൂമ്പാരമാണുള്ളത്. അതൊക്കെ തന്നെ നീക്കി ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിനുള്ളിലേക്ക് ഇറങ്ങി ഒരു പരിശോധന നടത്തുക സാധ്യമാവുകയുള്ളൂ. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആമിഴഞ്ചാൻ തോടിന്റെ 4 വശവും ഗ്രില്ലുകൾ ഉപയോഗിച്ച് മറച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വശത്തെ ഗ്രില്ല് ഭാഗികമായിട്ട് ഇപ്പോൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്, കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. എന്തായാലും ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി തന്നെ നടക്കുകയാണ്. സൂര്യ, അതേസമയം സഭയെ കുറ്റപ്പെടുത്തിയുള്ള പ്രതികരണങ്ങൾ വല്ലതും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ടോ? അതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഹരിത, ഇവിടെ ഇപ്പോൾ BJP കൗൺസിലർമാർ എത്തിയിട്ടുണ്ട്. VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഈ ഒരു മാലിന്യ കൂമ്പാരമായി മാറാൻ, അല്ലെങ്കിൽ ഈ മഴയ്ക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. അത് ഒരു പ്രധാന കാരണമായിട്ട് നഗരസഭയുടെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഈ ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലായ്പ്പോഴും മഴ പെയ്യുന്ന സമയത്ത് പരാതി നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു തോടാണ് ഈ ആമയിഴഞ്ചാൻ തോട്. ഭൂരിഭാഗം ഈ തലസ്ഥാന നഗരിയിലെ അല്ലെങ്കിൽ സിറ്റിക്കുള്ളിൽ പല പ്രദേശവും വെള്ളത്തിനടിയിലാവാൻ കാരണം പ്രധാനമായും ഈ ആമയിഴഞ്ചാൻ തോട് തന്നെയാണ്. അത് കൃത്യമായിട്ട് മാലിന്യം നീക്കം ചെയ്യാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. അത് ഈ ഒരു സാഹചര്യത്തിൽ ഉയർത്തിക്കാട്ടപ്പെടുകയാണ്. എന്തായാലും മേയർ അത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടില്ല. ഈ റെയിൽവേക്ക് ഉള്ളിലൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ അകത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് അത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. അതുകൊണ്ട് ഇത് നഗരസഭയുടെ ഒരു അനാസ്ഥയായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം മേയറുടെ ഭാഗത്തു നിന്നോ ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പ്രതിപക്ഷം വലിയ രീതിയിൽ ഉന്നയിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി സൂര്യ. ഇപ്പോൾ VV രാജേഷ് സംസാരിക്കുന്നുണ്ട്. വിളിച്ചു വരുത്തും. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ തന്നെ അടിയന്തരമായിട്ട് കോർപ്പറേഷൻ ഭരണം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇടപെടണം ഈ വിഷയത്തിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇവിടെ നടക്കാറില്ല. മഴ തുടങ്ങിയതിന് ശേഷം അടിയന്തരമായിട്ട് ഒരു യോഗം വിളിച്ചു ചേർത്ത് ഓരോ ലക്ഷം രൂപ ഓരോ വാർഡിന് അനുവദിക്കും. ഈ പണം എങ്ങനെ, ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോഴേക്കും ഓടകളിൽ നിന്നുള്ള മാലിന്യം മാറ്റുക എന്നുള്ളതാണല്ലോ പ്രധാന പദ്ധതി. ഈ മാറ്റുന്ന മാലിന്യം കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് സ്ഥലം വേണ്ട. മാറ്റുന്ന മാലിന്യം എന്താ ചെയ്യുന്നത്? അത് വന്നിട്ട് ഒരു JCB വന്ന് അതിനെ കോരി കരയിൽ വെക്കും. അടുത്ത മഴ വരുമ്പോഴേക്കും അത് വീണ്ടും തിരിച്ച് അവിടെ ഇറങ്ങും. പിന്നെ എന്ത് പൂർവ്വ ശുചീകരണം നടത്തും. അപ്പൊ അതിന്റെ പേരിൽ 1 ലക്ഷം രൂപ എഴുതി മാറ്റും. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും ഒരിടത്ത് മാറ്റുന്ന മാലിന്യം ആ സമയം തന്നെ ടിപ്പറിൽ കയറ്റി അല്ലെങ്കിൽ മറ്റുള്ള ലോറിയിൽ കയറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് അതിനെ അവിടെ നിന്ന് മാറ്റുന്ന സംവിധാനമുണ്ട്? ഇല്ല. JCB വരുന്നു, കോരി കരയിൽ വയ്ക്കുന്നു, JCB കാരൻ വാടക വാങ്ങിച്ചു പോകുന്നു, വൈകുന്നേരം മഴ പെയ്യുമ്പോഴേക്കും തിരിച്ച് അവിടെ ഇറങ്ങുന്നു, അത് തന്നെ വീണ്ടും ഓടകൾ അടയുന്ന സാഹചര്യം ഉണ്ടാകും. ഇതല്ലേ നടന്നു വരുന്നത്? ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിക്കുക എന്നുള്ളതിൽ അപ്പുറം തിരുവനന്തപുരം കോർപ്പറേഷന് ഒരു തരത്തിലുള്ള ദീർഘവൃക്ഷവുമില്ല. ഇപ്പോൾ വീണ്ടും സൂര്യഗായത്രി ചേരുകയാണ്. സൂര്യ, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. അവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും ഇതുവരെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്നുള്ള വാദങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അതേസമയം മലിനീകരണത്തിന്റെ തോത് ഇതുവരെ ശുചീകരണ പ്രവർത്തികൾ കാര്യമായി നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ള വാദങ്ങളടക്കം അവർ പറയുന്നുണ്ട്. തീർച്ചയായും ഹരിത, പ്രതിപക്ഷം അത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഭരണപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മേയറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എത്രയും വേഗം കാണാതെ പോയ ആളിനെ കണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മേയറുടെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സ്കൂബ സംഘം ഉൾപ്പെടെയുള്ളവർ ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങി മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലിന്യങ്ങൾ പൂർണ്ണമായിട്ടും നീക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ആളിനെ കണ്ടെത്തുന്നതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തുവാൻ സാധിക്കൂ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ അപകടത്തിൽപ്പെട്ട ആൾ ഈ തോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത്
മുൻകരുതലുകളൊന്നും സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഹരിത, സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെയാണ് ഇവർ വൃത്തിയാക്കാൻ വേണ്ടി ഈ തോടിലേക്ക് ഇറങ്ങിയത് എന്നത് ഇതോടുകൂടി വ്യക്തമാക്കാവുന്ന ഒരു സാഹചര്യമാണ്. ഈ ജോയിയോടൊപ്പം ഇറങ്ങിയ മറ്റ് രണ്ടുപേരും ഇവിടുത്തെ സമീപത്ത് തന്നെയുണ്ട്. യാതൊരുവിധ സുരക്ഷാ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, രാവിലെ മുതൽ നല്ല മഴ പെയ്ത സാഹചര്യത്തിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ പുറമെ മാലിന്യ നിറഞ്ഞു കിടക്കുന്ന തോടാണെങ്കിലും അതിനകത്ത് വലിയ രീതിയിലൊരു ഒഴുക്ക് തോടിന് രാവിലെ ഉണ്ടായിരുന്നു. മറ്റ് രണ്ടുപേർ ഈ ഒഴുക്ക് കൂടിയ സമയത്ത് കരയിലേക്ക് കയറുകയായിരുന്നു. ജോയിയോട് കയറാൻ പറഞ്ഞപ്പോൾ ജോയി കയറാൻ കൂട്ടാക്കിയില്ല എന്നാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അഭിപ്രായപ്പെട്ടത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇവർ തന്നെയാണ് ജോയി ഒഴുക്കിൽപ്പെട്ട് പോയി എന്ന ഒരു കാര്യം ഉറപ്പുവരുത്തിയത്. അതേ തുടർന്നാണ് ഇവർ മറ്റുള്ളവരെയൊക്കെ അറിയിച്ചതും ഈ പരിശോധന തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് കടന്നതും. എന്തായാലും സമയം ഏകദേശം 3.5 മണിക്കൂറോളം പിന്നിടുമ്പോഴും ജോയിയെ കുറിച്ചുള്ള യാതൊരുവിധ തെളിവുകളും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ജോയിയെ കണ്ടെത്താൻ ഇതുവരെ സംഘത്തിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ പ്രതിസന്ധിയായിട്ട് മഴ നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ മാലിന്യം തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട്, ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ മാലിന്യം ഒരു സൈഡിൽ നിന്ന് ഈ സംഘം എടുത്തു മാറ്റുന്നതിനനുസരിച്ച് മറുവശത്ത് നിന്ന് മാലിന്യം ഒഴുകി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഒരു സൈഡത്തെ ഗ്രില്ല് ഉപയോഗിച്ച് മാലിന്യം മുഴുവൻ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. മറുവശത്തെ, അതായത് ടണലിന് അകത്തേക്ക് ജോയി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പുള്ളിയെ രക്ഷാപ്രവർത്തനത്തിലൂടെ എടുക്കണമെങ്കിൽ അത് ആ ഭാഗത്തെ മുഴുവൻ മാലിന്യങ്ങൾ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ എല്ലാവരും സംഘം നടത്തുന്നത്. ആ മാലിന്യങ്ങൾ മുഴുവൻ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ടണലിനുള്ളിലേക്ക് കയറിയുള്ള ഒരു പരിശോധന സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ജോയി അതിനകത്ത് കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് വഴി പോയിട്ടുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ മാലിന്യം നിറഞ്ഞു കിടക്കുന്നത് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് മാറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇവർക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും സ്കൂബ സംഘം, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മേയർ ഉൾപ്പെടെയുള്ളവർ, നഗരസഭയുടെ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ സ്ഥലത്ത്, ആമയിഴഞ്ചാൻ തോടിന്റെ സമീപത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അകത്തൂടി ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടിന്റെ സമീപത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. സൂര്യ, അതേസമയം ഇപ്പോൾ 3 മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഈ ഒരു പരിശ്രമം ആരംഭിച്ചിട്ട്. ഇനിയും ഏകദേശം എത്ര സമയത്തോളം ഈ ഒരു തിരച്ചിൽ തുടർന്നാൽ മാത്രമാണ് അവരുടെ ഒരു വിജയ സാധ്യത നമുക്ക് കാണാൻ സാധിക്കുക? അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഹരിത, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ, വേസ്റ്റുകൾ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഇത് മൊത്തം നീക്കം ചെയ്താൽ മാത്രമേ ജോയിയെ കണ്ടെത്തുന്നതിലേക്കുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ഇവർക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരമായിട്ട് ഈ വേസ്റ്റ് മാറ്റുന്ന പ്രവൃത്തിയാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വേസ്റ്റ് മുഴുവൻ മാറ്റിയതിനു ശേഷം, ടണലിനുള്ളിലെ വേസ്റ്റ് മുഴുവൻ മാറ്റിയതിനു ശേഷം മാത്രമേ അതിനകത്ത് ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ അതിനകത്തേക്കുള്ള പരിശോധന സാധ്യമാവുകയുള്ളൂ. എന്തായാലും ആദ്യം ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം ഈ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യുക എന്നതാണ്. അതിനുള്ള ശ്രമത്തിലാണ്, ആ നടപടിയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥ സംഘമൊക്കെ. കൂടാതെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ടോ? കളക്ടറുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷന് അകത്ത് ഉള്ള ആമയിഴഞ്ചാൻ തോട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാര് അങ്ങനെ എല്ലാവരും തന്നെ ആ ഒരു വിഷയം അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷന് അകത്ത് എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ യാത്ര പോകാൻ എത്തിയിട്ടുള്ളവർ മാത്രമാണ് ഈ ഒരു വിഷയം അറിഞ്ഞിട്ടുള്ളത്. മറ്റ് നാട്ടുകാർക്ക്, അതല്ലാണ്ട് പുറത്ത് റോഡിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അവരൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനം ഏത് വിധത്തിൽ നടത്തും, അല്ലെങ്കിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം
കാണുകയാണ്. മറ്റ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. നിലവിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത് നഗരസഭയുടെ പ്രതിപക്ഷ അംഗങ്ങൾ തന്നെയാണ്. വി രാജേഷ് ഉൾപ്പെടെയുള്ളവരാണ് അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണം ഉൾപ്പെടെയുള്ളവ കൃത്യമായിട്ട് നടത്താൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് നഗരസഭയുടെ പ്രതിപക്ഷം ഉയർത്തുന്നത്. അത് തന്നെയാണ് അല്ലെങ്കിൽ മേയറുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ മറ്റൊരു കാരണം എന്നുകൂടി പ്രതിപക്ഷം പറഞ്ഞു വെക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ തലസ്ഥാന നഗരിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ നിന്ന് മാത്രം വെള്ളം കയറി തലസ്ഥാന നഗരിയിലെ ഭൂരിഭാഗം ആളുകളും അല്ലെങ്കിൽ നഗരവാസികളും ദുരിതത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണമൊന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്ന് ഇങ്ങനെ ഒരു ആളിനെ കണ്ടുപിടിക്കാൻ വേണ്ടി തോട് പരിശോധിക്കുമ്പോഴും എത്രത്തോളം മാലിന്യമാണ് ഈ ഒരു തോട്ടിനുള്ളിൽ ഉള്ളത് എന്ന് കൂടി മനസ്സിലാക്കുകയാണ്. അതിപ്പോൾ നഗരസഭയെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതായത് ഈ നഗരത്തിലൂടെ ഒഴുകുന്ന നഗരത്തിന്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്, ഒരു പ്രധാനപ്പെട്ട ആമയിഴഞ്ചാൻ തോട്, ഈ തോട്ടിലേക്ക് പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വീടുകളിൽ നിന്നും വലിച്ചെറിയുന്ന വേസ്റ്റുകളെല്ലാം തന്നെ മഴ പെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് മാത്രം അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ആമയിഴഞ്ചാൻ തോടിനെ സംബന്ധിച്ച് പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ പല വാർത്തകളും ചെയ്തിട്ടുള്ളതാണ്. മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ വേസ്റ്റുകളെല്ലാം ഒരു സൈഡിൽ തന്നെ അടിഞ്ഞുകൂടി ആ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ആ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ്. ആ ഒരു പ്രദേശമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ റെയിൽവേ സ്റ്റേഷന് അകത്തെ ആമയിഴഞ്ചാൻ തോടും. ഇവിടെയും ഒരു വശത്ത് ഈ മാലിന്യങ്ങളെല്ലാം തന്നെ കുന്നുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴാണ് ജോയിക്ക് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. ഇതിന്റെ മറുവശത്ത് ഈ വേസ്റ്റുകളെല്ലാം തന്നെ കൂട്ടി ഒരു ഗ്രില്ലിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ റെയിൽവേയുടെ കരാറ് ഏറ്റെടുത്ത് മറുവശത്ത് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ പെറുക്കുന്നതിനിടയിൽ വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. പക്ഷേ ധാരണം എന്ന് പറയട്ടെ, രാവിലെ മുതൽ നല്ല മഴയായിരുന്നു, നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്കിൽപ്പെട്ട് ജോയി പോയി എന്നതാണ് ഈ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. മറ്റു രണ്ടുപേരും സാഹചര്യം കണ്ട് അകത്ത് കരയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ജോയിയോട് കയറാൻ പറഞ്ഞിട്ടും പുള്ളി കൂട്ടാക്കിയില്ല എന്ന കാര്യമാണ് ഒപ്പം ഉണ്ടായിരുന്നവർ പറയുന്നത്. എന്തായാലും ഇനി ഈ ആമയിഴഞ്ചാൻ തോട് പോകുന്നത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിന്റെ അടിയിലൂടെയാണ്. അതായത് അകത്തൊരു ടണലാണ്. ഈ നേരത്തെ ഉണ്ടായിരുന്ന ആമയിഴഞ്ചാൻ തോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനിയുള്ള ഭാഗം സ്വാഭാവികമായും വീതി കുറഞ്ഞ ഒരാൾക്ക് നിൽക്കാനോ അല്ലെങ്കിൽ കുനിഞ്ഞു പോലോ പോയി നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടണൽ ഭാഗമാണ് ഇനിയുള്ളത്. ആ സ്ഥലത്ത് ഉള്ള പരിശോധന അതീവ ദുർഘടം, അതീവ ദുഷ്കരം പിടിച്ചത് തന്നെയാണ്. ആ പ്രദേശത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിശോധന നടത്തണമെങ്കിൽ ആ മാലിന്യങ്ങൾ മുഴുവൻ നീക്കേണ്ടതുണ്ട്. ആ ഭാഗം മുഴുവൻ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് നിൽക്കുകയാണ്. ആ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ സ്കൂബ ഡൈവിംഗുകാർക്കോ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ നിലവിൽ ആമയിഴഞ്ചാൻ തോടിൽ മുട്ടുവരെ പോലും വെള്ളമില്ല. വെള്ളം വളരെ കുറവാണ്. ഇപ്പോൾ മഴ കൂടി മാറി നിൽക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒഴുക്കൊന്നും ആമയിഴഞ്ചാൻ തോടിനില്ല. ഈ ഒഴുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ വേസ്റ്റുകളെല്ലാം ഒരു ഭാഗത്ത് അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഈ ടണലിന്റെ ഭാഗത്താണ് ഈ വേസ്റ്റുകളൊക്കെ തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇതൊക്കെ തന്നെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരമായിട്ട് ഈ വേസ്റ്റുകൾ മാറ്റുന്ന നടപടിയാണ് ഈ ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ ഉള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര മാറ്റിയിട്ടും തീരാത്ത വേസ്റ്റാണ്. ചെറിയ ഒരു കവാടമാണ് ഇവിടെ ഉള്ളത്. ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ചെറിയൊരു കവാടമാണുള്ളത്. ആ കവാടത്തിനുള്ളിലൂടെ വേണം ഈ വേസ്റ്റ് ഒക്കെ മാറ്റേണ്ടത്. ആ ഒരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 ഭാഗവും ഗ്രില്ല് കൊണ്ട് മറച്ചിട്ടുണ്ടായിരുന്നു. ഈ രക്ഷാപ്രവർത്തനം സുഗമമാക്കി കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുന്നതിന് വേണ്ടി ഒരു വശത്തെ ഒരു കാൽഭാഗം ഗ്രില്ല് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുവഴിയും ഈ വേസ്റ്റ് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വേസ്റ്റ് ഒക്കെ മാറ്റിയതിനു ശേഷം മാത്രമേ അടുത്ത ഈ ടണലിനുള്ളിലെങ്ങാനും ജോയി അകപ്പെട്ടിട്ടുണ്ടോ പെട്ടുപോയിട്ടുണ്ടോ എന്നടക്കമുള്ള പരിശോധന നടത്തുവാൻ കഴിയുകയുള്ളൂ. ശരി സൂര്യ.